ഈ മാസം ഒക്ടോബർ 2-3 തീയതികളിൽ വെറും 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യ അങ്ങേയറ്റം സുപ്രധാനമായ 3 പ്രസ്താവനകൾ പുറത്തുവിട്ടിരുന്നു. ഏവരിലുമെന്ന് അമ്പരപ്പുളവാക്കിയ ആ പ്രസ്താവനകളെ പറ്റിയുള്ള ചില വിശദമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തെ പ്രസ്താവന ഇതിൽ നമ്മളുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടേതായിരുന്നു. വെസ്റ്റേൺ ഫ്രണ്ടിൽ പാകിസ്ഥാൻ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് അരുത് എന്ന്, അല്ലാത്ത പക്ഷം അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും വരെ മാറ്റി എഴുതുമെന്ന്. സമാനമായ രൂക്ഷ വാക്കുകളാണ് നമ്മളുടെ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും ഇതിന് പിന്നാലെ പുറത്തുവിട്ട പ്രസ്താവനകളിൽ പറഞ്ഞത്. വെസ്റ്റേൺ നെയ്ബർ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എത്രയും വേഗം അവസാനിപ്പിക്കണം, അല്ലാത്ത പക്ഷം അവരുടെ ജോഗ്രഫിക്കൽ എക്സിസ്റ്റൻസിനെ തന്നെ ഇല്ലാതാക്കി കളയുമെന്ന്. ഉടൻ തന്നെ ഇതിന് പിന്നാലെ ഇന്ത്യൻ എയർ ചീഫ് മാർഷലിന്റെയും ഒരു പ്രസ്താവന പുറത്തു വന്നു. സോൾജിയേഴ്സ് ബി പ്രിപ്പയർഡ് എന്ന്. വെറും 24 മണിക്കൂറിനുള്ളിൽ തന്നെ അടുത്തടുത്ത് വന്ന ഈ പ്രസ്താവനകൾ ഏവരെയും അങ്ങേയറ്റം അമ്പരപ്പിച്ചിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇവിടെ ആരംഭിക്കുകയാണോ? ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് തന്റെ പ്രസ്താവനയിൽ 1965 അന്ന് ഇന്ത്യൻ സൈന്യം ലാഹോർ വരെ എത്തുവാനുള്ള സാഹസം കാണിച്ചിരുന്നു. ഇന്ന് 2025 കറാച്ചിയിലേക്ക് പോകുവാനുള്ള വഴി സർക്രീക്കിൽ കൂടിയുണ്ടെന്ന കാര്യം പാകിസ്ഥാൻ മറക്കരുത് എന്നും ഇതിനൊപ്പം സൂചിപ്പിച്ചിരുന്നു. पाकिस्तान की ओर से कोई भी हिमाकत की गई तो उसे ऐसा करारा जवाब मिलेगा कि इतिहास और भूगोल दोनों बदल जाएंगे मेरे साथियों। और 1965 की जंग में भारत की सेना ने लाहौर तक पहुंचने का सामर्थ्य भी दिखाया। आज 2025 में पाकिस्तान को याद रखना चाहिए कि कराची का एक रास्ता ക്രീക്ക് സേ ഹി ഹോക്കർ ഗുജർത്താ ഹൈ. ഇത്തരം പ്രസ്താവനകൾ ഇദ്ദേഹം വെറുതെ പറഞ്ഞതല്ല. ഇതിനു പിന്നിൽ എന്തെങ്കിലും ക്രെഡിബിൾ ഇന്റലിജൻസ് സോഴ്സസ് ഉണ്ടായിരിക്കുമെന്ന കാര്യം അന്നേ പ്രതീക്ഷിച്ചതാണ്. കാരണം നമുക്കിവിടെ കാണാം, അന്ന് പ്രതിരോധ മന്ത്രി ഈ പ്രസ്താവന നടത്തിയത് ഏതെങ്കിലും പ്രസംഗത്തിനിടയിൽ നടന്ന ഒരു വികാര വിക്ഷോഭത്തിന്റെ പുറത്തല്ല. വ്യക്തമായി മുൻകൂട്ടി തയ്യാറാക്കിയ സ്പീച്ച് അദ്ദേഹം അത് നോക്കി വായിക്കുകയാണ് ചെയ്തിരുന്നത്. അഥവാ രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് സാധാരണയാണ് എങ്കിൽ പോലും ഒരു ആർമി ചീഫ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റിക്കളയുമെന്ന് പറഞ്ഞത് അങ്ങേയറ്റം ഗൗരവമേറിയ ഒരു കാര്യമായിരുന്നു. അതൊരു വലിയ മുന്നറിയിപ്പായിരുന്നു. പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ഭീഷണിയിലായിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചന. पाकिस्तान को सोचना पड़े कि उसे इतिहास में भूगोल में रहना है कि नहीं रहना है। अगर उसे भूगोल में अपनी जगह बनानी है तो उसके लिए उसे जो स्टेट स्पॉन्सर टेररिज्म जिसको हम बोलते हैं, यानी कि उसका देश എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതേപ്പറ്റി പുറത്തു വന്ന ആ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്താണ്? സർക്രീക്കിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ അത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഏതാണ്ട് 10-78 വർഷം പഴക്കമുള്ള ഒരു വിഷയമാണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി പാകിസ്ഥാൻ ഈ മേഖലയിലുള്ള തങ്ങളുടെ പ്രസൻസ് വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ എങ്ങനെ ഇതിനുള്ള ധൈര്യം വന്നു? എന്താണ് അവരുടെ മോട്ടീവ്? ഇതിന്റെ പിന്നിൽ നടക്കുന്ന ആ ലാർജർ ജിയോ പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ എന്താണ്? നമുക്ക് ചർച്ച ചെയ്യാം. സർക്രീക്ക് എന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കച്ച് റീജന്റെ പടിഞ്ഞാറൻ അറ്റത്തുള്ള ഒരു മാർഷി കോസ്റ്റൽ ഏരിയയാണ്. ഏകദേശം 96 കിലോമീറ്റർ നീളമുള്ള ഈ ചതുപ്പ് നിലം അറേബ്യൻ സീയിൽ സംഗമിക്കുന്ന വിശാലമായ ഒരു ടൈഡൽ ക്രീക്കാണ്. ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിനെയും പാകിസ്ഥാന്റെ സിന്ധ് പ്രൊവിൻസിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ പ്രദേശം ഒരു ഡിസ്പ്യൂട്ടഡ് ബോർഡർ സോൺ എന്ന നിലയിലാണ് വർഷങ്ങളായി ഇപ്പോൾ അറിയപ്പെടുന്നത്. എന്നാൽ ഈയടുത്ത് ചില ഓപ്പൺ ഇന്റലിജൻസ് സോഴ്സുകൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ മത്സ്യബന്ധനം ഉപജീവനമാക്കി ജീവിക്കുന്ന ചില ആളുകൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ പാകിസ്ഥാൻ ഏകദേശം 150 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭാഗത്ത് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുകയും തങ്ങളുടെ പൊസിഷൻ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻപ് മത്സ്യബന്ധനത്തിനായി തങ്ങളുടെ ബോട്ടുകൾ പോയിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അനുമതിയില്ലാതെ ആ പ്രദേശത്ത് അവർ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അവിടെ വലിയതെന്തോ നടക്കുന്നുണ്ട്. സർക്രീക്കിനെ കുറിച്ചും ഇത് ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് ആദ്യം അല്പം പിന്നോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ വേരുകൾ എത്തി നിൽക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പേ 1914 ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പ്രദേശമെല്ലാം ബോംബെ പ്രസിഡൻസിയുടെ ഭരണപരിധിയിലായിരുന്നു. കച്ച് സ്വതന്ത്രമായി രാജാവ് ഭരിക്കുന്ന ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു. എന്നാൽ അതേസമയം സിന്ധ് എന്നത് ഒരു ഡിവിഷൻ ആയിരുന്നു. അതിന്റെ മേൽനോട്ടം ഒരു കമ്മീഷണർ ആയിരുന്നു വഹിച്ചിരുന്നത്. സർക്രീക്ക് എന്ന പ്രദേശം ആരുടേതാണെന്ന കാര്യത്തിൽ ഇരുഭാഗങ്ങളും തമ്മിൽ അന്നേ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. പ്രശ്നങ്ങളുടെ എല്ലാം ആരംഭവും ഇവിടെയാണ്.
ഇതിനെ പരിഹരിക്കുവാനായി 1914 ഇരുകൂട്ടരും ചേർന്ന് ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി. ഈ കരാറിലെ പാരഗ്രാഫ് നമ്പർ 9 പറയുന്നതനുസരിച്ച് സർക്രീക്കിന്റെ ഈസ്റ്റേൺ ഫ്ലാങ്ക് കിഴക്കൻ ഓരമായിരിക്കും സിന്ധിനെയും കച്ചിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി എന്നത്. സ്വാതന്ത്ര്യാനന്തരം പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്ന കച്ച് ഇന്ന് ഗുജറാത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ സിന്ധ് എന്നത് പാകിസ്ഥാന്റെ ഒരു പ്രൊവിൻസും. എന്നാൽ 1947 പാർട്ടീഷന് ശേഷം സിന്ധ് പാകിസ്ഥാന്റെ ഭാഗമായതോടെ 1914 ആ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനാൽ സർക്രീക്കിന്റെ കിഴക്കൻ ഓരം തന്നെയായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ആയി കണക്കാക്കേണ്ടത് എന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം. ഇന്ത്യയുടെ നിലപാടെന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഇന്ത്യ ഇതിനെ ശക്തമായി എതിർത്തു. തൽവേക് പ്രിൻസിപ്പിൾ അനുസരിച്ച്, അതായത് തൽവേക് പ്രിൻസിപ്പിൾ എന്നാൽ ഒരു ഇന്റർനാഷണൽ നിയമമാണ്. ഉദാഹരണത്തിന് രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു നദിയോ അല്ലെങ്കിൽ കടലിടുക്കോ പോലുള്ള ഒരു ജലാശയം സ്ഥിതി ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ വാട്ടർ ബോഡി ഏത് രാജ്യത്തിൻ്റെതായിരിക്കും? അതിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ ആർക്കാണ് ഉപയോഗിക്കുവാൻ കഴിയുക? തൽവേക് പ്രിൻസിപ്പിൾ പറയുന്നത് അതിന്റെ മധ്യത്തിൽ ആഴം കൂടിയ ഭാഗത്തുകൂടി വരയ്ക്കുന്ന ഒരു രേഖയായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇന്റർനാഷണൽ ബോർഡർ എന്ന്. കൂടാതെ 1925 സർവേ ഓഫ് ഇന്ത്യയും സിന്ധു ഒഫീഷ്യൽസും ചേർന്ന് ഒരു ജോയിന്റ് സർവേ നടത്തി നിർമ്മിച്ച ഭൂപടത്തിൽ കൃത്യമായി തന്നെ തൽവേക് പ്രിൻസിപ്പിൾ അനുസരിച്ച് സർക്രീക്കിന്റെ മധ്യത്തിലൂടെ സിന്ധും കച്ചും തമ്മിലുള്ള അതിർത്തിയെ വ്യക്തമായി വേർതിരിച്ചിട്ടുണ്ട്. അതിനാൽ സർക്രീക്കിന്റെ മധ്യത്തിലൂടെ പോകുന്ന മിഡ് ചാനൽ ലൈനാണ് യഥാർത്ഥ അതിർത്തി. അതായത് സർക്രീക്കിന്റെ പകുതി ഇന്ത്യയുടേതും പകുതി പാകിസ്ഥാന്റേതുമാണ് എന്നാണ് ഇന്ത്യയുടെ വാദം. എന്നാൽ പാകിസ്ഥാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല. 1914 ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയാണ് അവരിപ്പോഴും. പാകിസ്ഥാന്റെ അഭിപ്രായ പ്രകാരം 1925 മാപ്പ് ലോജിക്കലി ഇൻകറക്റ്റ് ആണ്. എങ്ങനെയെന്നാൽ ഈ പ്രദേശം ഒരു മാർഷൽ ലാൻഡ് ആണ്. വേലിയേറ്റത്തിൽ മാത്രം വെള്ളം കയറുന്ന ഒരു അഴിമുഖം, അല്ലാതെ ഇതൊരു നാവിഗബിൾ വാട്ടർ അല്ല എന്ന്. നാവിഗബിൾ വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ബോട്ടുകൾക്ക് സഞ്ചരിക്കുവാനും മത്സ്യബന്ധനത്തിനുമൊക്കെയായി വേണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പ്രദേശമെന്ന് പറയാം. തൽവേക് ഡോക്ട്രൈൻ അല്ലെങ്കിൽ തൽവേക് പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആകുന്നത് നാവിഗബിൾ വാട്ടേഴ്സിൽ മാത്രമാണ്. അതിനാൽ ഇന്ത്യയുടെ ആരോപണം ലോജിക്കലി ഇൻകറക്റ്റ് ആണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇതിനും ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പൊക്കിപ്പിടിച്ചുകൊണ്ടുവരുന്ന 1914 എഗ്രിമെന്റ് തന്നെ ഒന്ന് നോക്കുക. അതിന്റെ പാരഗ്രാഫ് 10 പറഞ്ഞിട്ടുണ്ട് സർക്രീക്ക് റീജിയൻ ഈസ് നാവിഗബിൾ ഫോർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഇയർ എന്ന്. അതായത് പാകിസ്ഥാൻ തന്നെ അംഗീകരിക്കുന്ന 1914 കരാറിൽ വർഷത്തിലെ ഭൂരിഭാഗം സമയങ്ങളിലും ഈ പ്രദേശം നാവിഗബിൾ ആണ് എന്ന് അതിന്റെ പാരഗ്രാഫ് 10 വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തൽവേക് ഡോക്ട്രൈൻ ഇവിടെ തീർച്ചയായും ആപ്ലിക്കബിൾ ആണ് എന്നാണ് ഇന്ത്യയുടെ മറുപടി. ഒപ്പം തന്നെ അതിനുശേഷം നിലവിൽ വന്ന സിന്ധ് കച്ച് അതിർത്തികളെ നിർണ്ണയിക്കുന്ന 1925 മാപ്പ് പ്രകാരമുള്ള ഇന്ത്യയുടെ നിലപാടും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് വളരെ ലെജിറ്റിമേറ്റ് ആണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെയും ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കുവാനോ ഏതെങ്കിലും തീരുമാനത്തിൽ എത്തുവാനോ സാധിച്ചിട്ടില്ല. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയെ അങ്ങ് വടക്ക് സാംബ സെക്ടർ മുതൽ ജമ്മു സെക്ടർ, പഞ്ചാബ് റീജിയൻ, രാജസ്ഥാൻ, ഗുജറാത്ത് ഇവിടെയെല്ലാം അതിർത്തി വ്യക്തമായി ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് സാംബ സെക്ടർ മുതൽ ഇങ്ങ് താഴെ നമ്പർ 1175 വരെ നാം പില്ലറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പില്ലർ 1175 താഴെയുള്ള റാൻ ഓഫ് കച്ച് റീജിയൻ, അവിടെയാണ് പ്രശ്നം. മുൻപ് ബാൺഗംഗ എന്ന് അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം പിന്നീട് ഇവിടെ സേവനമനുഷ്ഠിച്ച ഒരു ബ്രിട്ടീഷ് ഓഫീസർ സർക്രീക്കിന്റെ പേരിൽ അറിയപ്പെടുകയായിരുന്നു. ഈ പർട്ടിക്കുലർ ഭാഗം ഇനിയും അൺഡിമാർക്കേറ്റഡ് ആയി തുടരുകയാണ്. എന്നാൽ ഈ പ്രദേശം വെറും ഒരു മാർഷൽ ഏരിയയല്ലേ? എന്നിട്ടും ഇതിന്റെ പേരിൽ ഇത്രമാത്രം ഡിസ്പ്യൂട്ട് എന്തിനാണ്? എന്തുകൊണ്ടാണ് സർക്രീക്ക് ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത്? വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ ഡിസ്പ്യൂട്ട് ഇതുവരെ സോൾവ് ആകാത്തതിന്റെ കാരണം എന്താണ്? കാരണം ഇത് ഒരു ചെറിയ പ്രശ്നമല്ല എന്നത് തന്നെയാണ്. ഒരിടത്ത് മാത്രം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയെ വ്യക്തമായി വേർതിരിക്കാതെ ഇട്ടിരിക്കുന്നു. ജമ്മു, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അതിർത്തി രേഖകൾ വ്യക്തമായിരുന്നുവെങ്കിലും റാൻ ഓഫ് കച്ച് ഭാഗത്ത് അതിർത്തി രേഖപ്പെടുത്താതെ വിട്ടത് പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് പോയിന്റ് ആയി മാറി. അവസാനം ഈ വിഷയത്തിൽ പിന്നീട് ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത് 1965 1965 എന്ന് പറയുമ്പോൾ നമ്മൾ ഏവർക്കും ഓർമ്മ വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ പറ്റിയായിരിക്കും. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ ഫുൾ ഫ്ലഡ്ജ് വാർ പൊട്ടിപ്പുറപ്പെടുന്നതിനും ഏകദേശം 4 മാസം മുമ്പ് ഇവിടെ കച്ച് മേഖലയിൽ ഓപ്പറേഷൻ ഡെസേർട്ട് ഹോക്ക് എന്നൊരു നീക്കം പാകിസ്ഥാൻ നടത്തുകയുണ്ടായി. ഇന്ത്യയുടെ ഏകദേശം 5 മൈൽ വരെ ഉള്ളിലേക്ക് കടന്നു വന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ മേഖല പൂർണ്ണമായും പിടിച്ചടക്കുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യം ഇതിൽ തിരിച്ചടി ആരംഭിച്ചതോടെ യുദ്ധം അങ്ങ് മൂർച്ഛിക്കുവാൻ തുടങ്ങി. അപ്പോൾ പ്രശ്നപരിഹാരത്തിനായി ഇടനില നിൽക്കുവാൻ യുദ്ധം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടൻ അവിടേക്ക് അവതരിച്ചു. 30 ജൂൺ 1965, അതായത് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ ആരംഭിക്കുന്നതിന് 3 മാസം മുമ്പ് കാശ്മീരിൽ നടന്ന ഓപ്പറേഷൻ ജിബ്രാൾട്ടറിന് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൂർണ്ണമായും പൊട്ടിപ്പുറപ്പെടുന്നത്. അതിനു മുമ്പേ ഈ പ്രശ്നത്തെ പരിഹരിക്കുവാനായി
1965 ജൂൺ 30 ബ്രിട്ടീഷ് അധികാരികളുടെ മീഡിയേഷനിൽ ഒരു ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ നിർമ്മിച്ചു. ബ്രിട്ടന്റെ സമ്മർദ്ദത്തിൽ ഇന്ത്യ അതിന് വഴങ്ങുകയും ട്രൈബ്യൂണലിന്റെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞ് ഇരു രാജ്യങ്ങളും അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. 3 വർഷത്തിന് ശേഷം 1968 ട്രൈബ്യൂണലിന്റെ തീരുമാനം വന്നു. പാകിസ്ഥാൻ പിടിച്ചെടുത്ത റൺ ഓഫ് കച്ചിന്റെ 90% ഇന്ത്യക്കും അതിൽ 10% പാകിസ്ഥാനും നൽകണമെന്നായിരുന്നു വിധി. ഇത് കാരണം ഏകദേശം 350 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം ഇന്ത്യക്ക് ഇന്റർനാഷണൽ പ്രഷറിന് വഴങ്ങി പാകിസ്ഥാന് കൈമാറേണ്ടി വന്നു. ഇതേക്കുറിച്ച് ആരും സംസാരിച്ച് കേൾക്കാറില്ല. പക്ഷേ ഇതാണ് ഇന്ത്യയുടെ ലിബറൽ അപ്രോച്ച്. റീജിയണിൽ ശാന്തിയും സമാധാനം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് അന്താരാഷ്ട്ര സംഘടനകളിൽ ട്രിബ്യൂണലുകളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അതിന്റെ പരിണാമം എന്നാൽ അവസാനം ഇത്തരത്തിലാകുന്നു. വ്യക്തമായും ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ അപ്രോച്ചിന്റെ വലിയൊരു ഫെയിലിയർ തന്നെയാണിത്. അല്ലെങ്കിൽ ഇതിനിടയിലേക്ക് ബ്രിട്ടനെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടത് തമ്മിലല്ലേ? പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറി വന്നു. അവരെ തിരിച്ചുവിടുമ്പോൾ സമ്മാനമായി ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗം നൽകി പറഞ്ഞയക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? ഇവിടെ ബ്രിട്ടൻ ഇപ്പോൾ മീഡിയേഷൻ നിൽക്കാൻ വേണ്ടി വന്നു എന്നാൽ പോലും പ്രശ്നങ്ങളെല്ലാം അതുകൊണ്ട് അവിടെ അവസാനിച്ചുവോ? പാകിസ്ഥാൻ ഇന്നും ഇതിനെ സർക്രീക്ക് പ്രദേശത്തെ ഒരു സ്ട്രാറ്റജിക് നെർവ് പോയിന്റായി ഉപയോഗിച്ചു വരുന്നു. അതിന്റെ ഏറ്റവും അടുത്ത തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ തരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇത്തരത്തിൽ സർക്രീക്കിലേക്ക് ഇനിയും കയറി ചെയ്യാൻ വന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഹിസ്റ്ററിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ജോഗ്രഫിയും ഒരുപോലെ മാറ്റിയെഴുതുമെന്ന് പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ ഇത്രയധികം ടെൻഷൻ ഉണ്ടായിരിക്കുന്നത്? വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിനെ നേരിടുന്ന പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇത്രയധികം ശ്രദ്ധ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്? മേഖലയിലെ ഹൈഡ്രോ കാർബൺ മാത്രമാണോ പാകിസ്ഥാന്റെ ലക്ഷ്യം? അതേപ്പറ്റി നമുക്ക് ഈ വീഡിയോയുടെ 2ാം ഭാഗത്ത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.